അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ എന്ന ജെയിംസ് എൽ കാർട്ടർ ജൂനിയർ അന്തരിച്ചു. സമാധാന നൊബേൽ പുരസ്കാര ജേതാവ് കൂടിയ ജിമ്മി കാർട്ടർ 100-ാം വയസ്സിലാണ് ലോകത്തോട് വിട പറഞ്ഞത്. 1977 മുതൽ 1981 വരെ അമേരിക്കയുടെ പ്രസിഡന്റായിരുന്നു. അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച പ്രസിഡന്റാണ് അദ്ദേഹം. ജനാധിപത്യവും മനുഷ്യാവകാശങ്ങളും സംരക്ഷിക്കുന്നതിലും അന്താരാഷ്ട്ര സംഘർഷങ്ങൾക്ക് സമാധാനപരമായ പരിഹാരം കണ്ടെത്തുന്നതിനുള്ള സംഭാവനകളും കണക്കിലെടുത്താണ് 2002 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത്. 1976 US തെരഞ്ഞെടുപ്പിൽ നിലവിലെ പ്രസിഡന്റായിരുന്ന ജെറാൾഡ് ഫോർഡിനെ തോൽപ്പിച്ചാണ് ഡെമോക്രാറ്റായ കാർട്ടർ വൈറ്റ് ഹൗസിലെത്തിയത്. വാട്ടർഗേറ്റ് അഴിമതിയുടെയും വിയറ്റ്നാം യുദ്ധത്തിൻ്റെയും കാലത്താണ് അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റ് പദവിയിലെത്തിയത്. എന്നാൽ ഭരണത്തിൽ അത്ര ശോഭിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. സാമ്പത്തിക മാന്ദ്യം, 1979 ഇറാൻ ബന്ദി പ്രതിസന്ധി, ജനപ്രീതിയിലുണ്ടായ കുറവ് എന്നിവയാണ് അദ്ദേഹത്തിന് വൈറ്റ് ഹൗസിന് പുറത്തേക്കുള്ള വഴിതെളിച്ചത്. അമേരിക്കൻ ഐക്യനാടുകളിലെ ജോർജിയ സംസ്ഥാനത്തിൻ്റെ തെക്കു പടിഞ്ഞാറുള്ള പ്ലെയിൻസ് എന്ന ചെറിയ ഗ്രാമത്തിലാണ് കാർട്ടർ ജനിച്ചതും വളർന്നതും. ജെയിംസ് എൽ കാർട്ടറുടെയും ലിലിയൻ ഗോൾഡി കാർട്ടറുടെയും 4 മക്കളിൽ മൂത്തയാളായിരുന്നു ജിമ്മി. ജെയിംസ് കാർട്ടർ വ്യാപാരിയും അമ്മ നഴ്സുമായിരുന്നു. സമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നു കാർട്ടർ. വായനയിൽ പ്രത്യേകം താൽപ്പര്യം കാട്ടി. ഹൈസ്കൂളിലെത്തിയപ്പോൾ ബാസ്കറ്റ്ബോൾ കളിക്കാരനെന്ന നിലയിലും തിളങ്ങി. ജൂലിയ കോൾമാൻ എന്ന അധ്യാപിക കാർട്ടറെ ഏറെ സ്വാധീനിച്ചു. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം അമിക്കസ് നഗരത്തിലെ ജോർജിയ സൗത്ത് വെസ്റ്റേൺ കോളേജിൽ ചേർന്നു. തുടർന്ന് 1943 അമേരിക്കൻ നാവിക അക്കാദമിയിൽ ചേർന്നു. അക്കാദമിയിലെ പരിശീലന കാലത്ത് പ്രാഗൽഭ്യം തെളിയിച്ച കാർട്ടർ മിഡ്ഷിപ്പ്മാൻ സ്ഥാനത്തേക്ക് പരിശീലനം ലഭിച്ച 820 പേരിൽ 59-ാമനായി പരിശീലനം പൂർത്തിയാക്കി. ഐക്യനാടുകളുടെ അറ്റ്ലാന്റിക് പസഫിക് നാവിക വ്യൂഹങ്ങളിലെ ഉപരിതല കപ്പലുകളിലും ഡീസൽ വൈദ്യുത അന്തർവാഹിനികളിലും സേവനമനുഷ്ഠിച്ച കാർട്ടർ ജൂനിയർ ഓഫീസറായിരിക്കെ ഡീസൽ വൈദ്യുത അന്തർവാഹിനി നയിക്കാനുള്ള യോഗ്യത നേടി. അക്കാലത്ത് ആരംഭദശയിലായിരുന്ന ആണവ അന്തർവാഹിനി പരിപാടിയിലേക്ക് താൻ നാവികസേനയെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നെന്നും നാവികനായി തന്നെ തുടരാൻ കരുതിയിരുന്നെന്നും കാർട്ടർ പറഞ്ഞിട്ടുണ്ട്. നാവികസേനയുടെ തലവനായി തീരാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. എന്നാൽ 1953 പിതാവിൻ്റെ മരണം നാവികസേനയിലെ ജോലിയിൽ നിന്ന് വിരമിക്കാൻ അദ്ദേഹത്തെ നിർബന്ധിതനാക്കി. തുടർന്ന് അദ്ദേഹം പ്ലെയിൻസിലെ കുടുംബ വ്യാപാരം ഏറ്റെടുത്തു. നിലക്കടല കൃഷിയിൽ ശ്രദ്ധയൂന്നിയ കാർട്ടർ ആ രംഗത്ത് അഭിവൃദ്ധി നേടി. 1970 ഗവർണർ സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ കാർട്ടർ സമ്പന്നനായ നിലക്കടല വ്യാപാരിയായി മാറിയിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ ക്രിസ്തുമതത്തോട് അഗാധമായ പ്രതിബദ്ധത കാട്ടിയ കാർട്ടർ ജീവിതകാലമത്രയും ഞായറാഴ്ചകളിൽ വേദപഠന ക്ലാസുകളിൽ പഠിപ്പിച്ചു. പ്രസിഡന്റായിരിക്കുമ്പോഴും അദ്ദേഹം ദിവസവും പലവട്ടം പ്രാർത്ഥിച്ചിരുന്നു. 1960കളിൽ കാർട്ടർ 2 വട്ടം ജോർജിയ സംസ്ഥാനത്ത് സെനറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. സെനറ്റിലെ വിദ്യാഭ്യാസ സമിതിയിൽ അദ്ദേഹം കുറേ കാലം അംഗമായിരുന്നു. 1966 ഗവർണർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിച്ച കാർട്ടർ സെനറ്റിലേക്ക് വീണ്ടും മത്സരിക്കേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. 1966 ജോർജിയ സെനറ്റിലെ 2ാം കാലാവധി തീരാറായപ്പോൾ ദേശീയ തലത്തിൽ ജനപ്രതിനിധി സഭയിലേക്ക് മത്സരിക്കാൻ കാർട്ടർ പദ്ധതിയിട്ടു. അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക്കൻ പ്രതിയോഗി അതോടെ മത്സരത്തിൽ നിന്ന് പിന്മാറി. ഒപ്പം സംസ്ഥാനത്തെ ഗവർണർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. റിപ്പബ്ലിക്കൻ കക്ഷിയിൽ നിന്നൊരാൾ സംസ്ഥാന ഗവർണറാകുന്നത് ഇഷ്ടപ്പെടാതിരുന്ന കാർട്ടർ അതോടെ ഗവർണർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു. ആ മത്സരത്തിൽ കാർട്ടർ പ്രൈമറിയിൽ തന്നെ പരാജയപ്പെട്ടു. തുടർന്ന് കൃഷിയിലേക്കും കുടുംബ വ്യാപാരത്തിലേക്കും മടങ്ങിയ കാർട്ടർ 4 വർഷക്കാലം അടുത്ത ഗവർണർ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. 1970 തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായ അദ്ദേഹത്തിൻ്റെ എതിരാളി കാൾ സാൻഡേഴ്സ് ആണ്. സാൻഡേഴ്സ് ആഫ്രിക്കൻ അമേരിക്കക്കാരെയും വെളുത്തവരെയും വേർപെടുത്തി നിർത്തുന്നതിൽ വിശ്വസിച്ച സെഗ്രിഗേഷനിസ്റ്റ് നിലപാടിൻ്റെ അനുഭാവിയായിരുന്നു. കാർട്ടർ ആകട്ടെ ഈ നിലപാടിൻ്റെ വിരോധിയായിരുന്നു. വെളുത്ത പൗരന്മാരുടെ സമിതി എന്ന സെഗ്രിഗേഷനിസ്റ്റ് കൂട്ടായ്മയിൽ ചേരാൻ അദ്ദേഹം വിസമ്മതിച്ചു. കാർട്ടറുടെ നിലക്കടല സംഭരണശാലയുടെ ബഹിഷ്കരണത്തിന് വരെ ഇത് കാരണമായി. പ്ലെയിൻസിലെ ബാപ്റ്റിസ്റ്റ് ഇടവകയിൽ ആഫ്രിക്കൻ അമേരിക്കക്കാർക്ക് പ്രവേശനം നൽകുന്നതിനെ അനുകൂലിച്ച 2 കുടുംബങ്ങളിലൊന്ന് അദ്ദേഹത്തിൻ്റേതായിരുന്നു. പിന്നീട് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ഹാൾ സ്യൂട്ടിനെ തോൽപ്പിച്ച് കാർട്ടർ ജോർജിയയുടെ ഗവർണറുമായി. 1976 ഡെമോക്രാറ്റിക് കക്ഷിയുടെ സ്ഥാനാർത്ഥിയായി രാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള മത്സരവേദിയിൽ പ്രവേശിച്ച കാർട്ടറെ ആരും ഗൗരവത്തിലെടുത്തില്ല. ദേശീയ തലത്തിൽ 2% ആളുകൾക്ക് മാത്രമാണ് അദ്ദേഹത്തെ അറിയാമായിരുന്നത്. മത്സരിക്കാനുള്ള മകൻ്റെ തീരുമാനം കേട്ട അമ്മ ലിലിയൻ ചോദിച്ചത് എന്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നതെന്നാണ്. പക്ഷേ അന്ന് ജനങ്ങൾ കാർട്ടറിനോടൊപ്പമായിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിലെ പുതിയ നേതാവിനെ മാധ്യമലോകം വാനോളം പുകഴ്ത്തി. കാർട്ടറുടെ രാഷ്ട്രപതി സ്ഥാനവും
അതിനപ്പുറവും എന്ന 1980 പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ ലോറൻസ് ഷൂപ്പ് പറയുന്നത് ഇങ്ങനെയാണ്: മാധ്യമരംഗത്തെ മുമ്പന്മാരുടെ സ്വീകരണവും പിന്തുണയുമാണ് കാർട്ടർക്കുണ്ടായിരുന്നതും മറ്റുള്ളവർക്ക് ഇല്ലാതിരുന്നതും. കാർട്ടറുടെയും അദ്ദേഹത്തിൻ്റെ പ്രചാരണത്തിൻ്റെയും നേർക്കുള്ള മാധ്യമങ്ങളുടെ അനുകൂല നിലപാട് മൂലമാണ് ദേശീയ തലത്തിലുള്ള അഭിപ്രായ വോട്ടെടുപ്പുകളിൽ കുതിച്ചുയരാൻ കാർട്ടർക്ക് കഴിഞ്ഞത്. ഏറെയൊന്നും അറിയപ്പെടാത്ത പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നിന്ന് രാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള കാർട്ടറുടെ മുന്നേറ്റം സാധ്യമായത് അങ്ങനെയാണ്. ലോകം, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ്, നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നുപോകുന്നു. വേറിട്ട നിലപാടുകളിലൂടെ ശ്രദ്ധേയനായ അമേരിക്കൻ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. 2006 നവംബറിൽ പ്രസിദ്ധീകരിച്ച കാർട്ടറുടെ പലസ്തീൻ വിവേചനമല്ല സമാധാനം എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, പലസ്തീൻ രാജ്യത്തിനുമേൽ ഇസ്രായേൽ തുടരുന്ന നിയന്ത്രണവും കോളനിവൽക്കരണവുമാണ് വിശുദ്ധ ഭൂമിയിൽ സമഗ്രമായൊരു സമാധാന ഉടമ്പടിക്കുള്ള ആദ്യ പ്രതിബന്ധം എന്നാണ്. ഇസ്രായേലികൾക്കും തുല്യ അവകാശമുണ്ടെന്ന് അദ്ദേഹം അംഗീകരിക്കുന്നു. അതിനൊപ്പം പലസ്തീനിൽ നിലവിലെ ഇസ്രായേലിൻ്റെ നയങ്ങൾ അവിടെ ഒരു വർഗവിവേചനത്തിൻ്റെ അവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. രണ്ടു വിഭാഗം ജനങ്ങൾ ഒരുമിച്ച് ഉൾക്കൊള്ളുന്ന സ്ഥലത്ത് അവരെ പരസ്പരം വേർപെടുത്തി നിർത്തിയിരിക്കുകയാണ്. അവിടെ ഇസ്രായേലിൻ്റെ ആധിപത്യവും അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ പോലും നിഷേധിച്ചുകൊണ്ട് പലസ്തീനികളെ അടിച്ചമർത്തുകയുമാണ് ചെയ്യുന്നത്. ഈ ഗ്രന്ഥത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം മധ്യേഷ്യയെക്കുറിച്ച് അമേരിക്കയ്ക്ക് അജ്ഞാതമായ സത്യങ്ങൾ അവതരിപ്പിക്കുകയും ചർച്ചകളിൽ പങ്കാളിയായിക്കൊണ്ട് ഇസ്രായേലിനും അതിൻ്റെ അയൽ രാജ്യങ്ങൾക്കും ശാശ്വതമായ സമാധാനം നൽകുന്ന ചർച്ചകൾ പുനരാരംഭിക്കാൻ സഹായമൊരുക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. പലസ്തീനികളുടെ അവസ്ഥയെക്കുറിച്ചുള്ള കാർട്ടറുടെ ഈ വീക്ഷണത്തെ ഒരു വിഭാഗം പുകഴ്ത്തുമ്പോൾ മറ്റു ചിലർ അദ്ദേഹത്തെ ജൂതവിരുദ്ധനായ പക്ഷപാതിയായി ചിത്രീകരിക്കുന്നു. ഈ ഗ്രന്ഥത്തോടുള്ള എതിർപ്പ് കാരണം 2008 ഏപ്രിൽ മാസത്തിൽ കാർട്ടറുടെ ഇസ്രായേൽ പലസ്തീൻ സന്ദർശന സമയത്ത് ഇസ്രായേൽ സുരക്ഷാ സൈന്യം അദ്ദേഹത്തിന് സംരക്ഷണം നൽകിയിരുന്നില്ല.